السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا മുഹമ്മദ്. വയനാട് ജില്ലയിലെ ചൂരൽമല പ്രദേശത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതിലേറെ ആളുകൾ സർവസ്വവും നഷ്ടപ്പെട്ട് സ്വന്തം കുടുംബം, സ്വന്തം മാതാപിതാക്കൾ, മക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, കൂട്ടുകാർ, അയൽവാസികളൊക്കെ നഷ്ടപ്പെട്ട് വളരെയധികം ദുഃഖത്തിലും ദുരന്തത്തിലുമായി പല സ്ഥലങ്ങളിലായി സ്കൂളുകളിലും മറ്റും ക്യാമ്പുകളിൽ ദുഃഖത്തോടെ പ്രയാസത്തോടുകൂടെ കഴിയുമ്പോൾ കേരള ജനത മുഴുവനും അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അവർക്കൊരു സമാധാന വാക്കുകൾ നൽകാൻ വേണ്ടി, അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റു സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യപ്പറ്റില്ലാത്ത ചില മനുഷ്യകോലങ്ങൾ ഇത്തരം സഹായിക്കുന്ന, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകളെ ജനമധ്യത്തിൽ അവഹേളിക്കാൻ വേണ്ടി, അവരെ നിസാരപ്പെടുത്താൻ വേണ്ടി, അവരുടെ ഊർജ്ജസ്വലത നഷ്ടപ്പെടുത്താനൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിട്ടിറങ്ങിയ വാർത്തകൾ കാണുമ്പോൾ വളരെയധികം ദുഃഖത്തോടെയല്ലാതെ നമുക്കതിനെ ഓർക്കാൻ കഴിയുന്നില്ല. എത്രത്തോളമെന്ന് വെച്ചാൽ മതം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, സംഘടന നോക്കാതെ എല്ലാവരും കൈയോട് കൈ ചേർന്ന് നിന്നുകൊണ്ട് ഈ പറയപ്പെട്ട ദുരന്തമനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായ വാഗ്ദാനങ്ങൾ നൽകുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു സഹോദരി ഫേസ്ബുക്കിലോ മറ്റോ കുറിച്ചിട്ടതായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. പാലൂട്ടാൻ കുഞ്ഞുങ്ങൾക്ക്, അമ്മമാർ നഷ്ടപ്പെട്ടവർ, ഉമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി മുന്നോട്ട് വന്നപ്പോൾ ആ സഹോദരിക്കെതിരെ വളരെയധികം മോശമായ, മനുഷ്യപ്പറ്റില്ലാത്ത ചില ആളുകൾ ചില കമൻറ്റുകൾ എഴുതിയത് ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാവപ്പെട്ട മരണപ്പെട്ടുപോയ സഹോദരങ്ങളെ അവരുടെ ജനാസ കുളിപ്പിക്കാനും ആ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി ചില സഹോദരന്മാർ, അവർ ഏതോ സംഘടനക്കാരാവട്ടെ, അവരവരുടെ പ്രത്യേക യൂണിഫോം ധരിച്ചും മറ്റും നിൽക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് അത്തരം ചെറുപ്പക്കാരായ ആളുകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവർക്കെതിരെ വളരെ മോശപ്പെട്ട കമൻറ്റുകൾ എഴുതി പ്രചരിപ്പിക്കുന്ന ചില മനുഷ്യപ്പറ്റില്ലാത്ത ആളുകൾ. ഇവരെക്കുറിച്ച് നമുക്കെന്തു പറയാനാണ്? അല്ലാഹു തആല അവർക്ക് സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാം. അവർ മുസ്ലിമീങ്ങളാണ് എങ്കിൽ, വിശ്വാസികളാണ് എങ്കിൽ അവരോട് ഒരു ഹദീസ് ഓർമ്മപ്പെടുത്താനുണ്ട്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇമാം നസായി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നത്, അൽ മുസ്ലിമു, യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ കരങ്ങൾ കൊണ്ടോ മറ്റൊരു മനുഷ്യനും, അവിടെ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവട്ടെ അല്ലാത്തവനാവട്ടെ, ആരായാലും വേണ്ടില്ല, മനുഷ്യനാണോ ആ മനുഷ്യന് നിൻ്റെ നാവ് കൊണ്ടോ നിൻ്റെ കരങ്ങൾ കൊണ്ടോ ഏതെങ്കിലും വിധേന നീ അവനെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, അവനെ വേദനിപ്പിച്ചിട്ടുണ്ടോ, അവനക്ക് പ്രയാസമുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ, നീ യഥാർത്ഥ മുസ്ലിം അല്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ നന്മ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ചീത്ത പറയാതെ, അവഹേളിക്കാതെ നിങ്ങൾ മാറി നിൽക്കുക. അതും ഏറ്റവും വലിയൊരു ഉപകാരമാണെന്ന് അവരോട് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഏതൊക്കെ വിധേന ആരെല്ലാം സഹായിക്കുന്നുവോ സഹകരിക്കുന്നുവോ എല്ലാവർക്കും ഹൈറും ബറക്കത്തും നന്മയും പ്രദാനം ചെയ്യട്ടെ. അവിടെ എല്ലാ സേവനങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.